ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ശക്തമായ മുന്നേറ്റത്തിന് പിന്നാലെ വയനാട് സീറ്റ് ഒഴിയാൻ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഒരുങ്ങുകയാണ്. റായ്ബറേലിയിലും വയനാട്ടിലും ഒരേ സമയം വിജയിച്ച രാഹുൽ വയനാടിനെ കൈവിടുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം. ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം പിന്നീട് നടക്കും. കേരളത്തിലെ നേതാക്കൾ വയനാട് സീറ്റ് നിലനിർത്തണമെന്ന് രാഹുലിനോട് ആവശ്യപ്പെട്ടതായാണ് സൂചന. പ്രവർത്തക സമിതിയിൽ UP-PCC റായ്ബറേലി നിലനിർത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വയനാട് വിട്ടുകൊടുക്കാനാണ് രാഹുലിന്റെ തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തയാഴ്ചയോടെ തന്നെ രാഹുൽ വയനാട്ടിലേക്ക് എത്തും. ഇതിനുശേഷമാകും തീരുമാനം ഔദ്യോഗികമായി അറിയിക്കുക. രാഹുലിന് പകരം മണ്ഡലത്തിൽ ആര് മത്സരിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. പ്രിയങ്ക ഗാന്ധിയുടെ പേര് നേരത്തെ തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ താല്പര്യം കാണിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് വരുന്ന കാര്യം ഏറെക്കുറെ അസാധ്യവുമാണ്. പകരം കേരളത്തിലെ നേതാക്കളെ തന്നെ മത്സരിപ്പിക്കാനാണ് നിർദ്ദേശം. അങ്ങനെയെങ്കിൽ കെ മുരളീധരനാവും നറുക്കുവീഴുക. പ്രത്യേകിച്ച് ജയസാധ്യതയുണ്ടായിരുന്ന വടകര മണ്ഡലത്തിൽ നിന്ന് മാറ്റി തൃശൂരിൽ മത്സരിപ്പിച്ച മുരളീധരൻ ഇവിടെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു. കൂടാതെ നേതൃത്വവുമായി ഇക്കാര്യത്തിൽ മുരളീധരൻ ചെറിയ പിണക്കത്തിലുമാണ്. ഇതിനെ ലഘൂകരിക്കാനാവും നേതൃത്വത്തിന്റെ ശ്രമം. നിലവിലെ സാഹചര്യത്തിൽ മുരളീധരനെ കൊണ്ടുവരിക തന്നെയാണ് KPCCയുടെ കയ്യിലെ ഫോർമുല. ഇതിലൂടെ സംസ്ഥാന തലത്തിലെ ഭിന്നതയ്ക്ക് പരിഹാരം കാണാമെന്നും അവർ കരുതുന്നുണ്ട്. എന്തായാലും മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ എന്താവുമെന്ന് അറിയാൻ രാഹുൽ വയനാട്ടിൽ എത്തിയ ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ. അതേസമയം ഗാന്ധി കുടുംബത്തിന്റെ സ്വന്തം മണ്ഡലമായ റായ്ബറേലി വിട്ടുകൊടുക്കാൻ രാഹുൽ തയ്യാറാകില്ലെന്ന് തുടക്കം മുതലേ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഗാന്ധി കുടുംബത്തിലെ നേതാക്കളിൽ പലരും മത്സരിച്ചു ജയിച്ച മണ്ഡലം ആയതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് ഒരിത്തിരി വൈകാരികത കൂടിയുള്ള മണ്ഡലമാണ് റായ്ബറേലി. എന്നാൽ അത് മാത്രമല്ല ഇത്തവണ നിലനിൽക്കുന്ന സാഹചര്യം. കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും വലിയ വിജയം നൽകിയ സംസ്ഥാനമാണ് UP. അതുകൊണ്ട് തന്നെ UPയിലെ പ്രമുഖ സീറ്റായ റായ്ബറേലി രാഹുൽ വിട്ടൊഴിഞ്ഞാൽ അത് മോശം വികാരമാണ് ഉണ്ടാക്കുക. അതിനാൽ തന്നെ രാഹുൽ വയനാടിനെ തിരസ്കരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. രാഹുൽ ഗാന്ധി റായ്ബറേലി ലോക്സഭാ മണ്ഡലം നിലനിർത്തുന്നതോടെ ഒഴിവ് വരുന്ന വയനാട് മണ്ഡലം ഉപതിരഞ്ഞെടുപ്പിന് ഒരുങ്ങും. 2019നേക്കാൾ ഭൂരിപക്ഷം കുറവാണ് ഇത്തവണ രാഹുലിന്. LDF CPIക്ക് അനുവദിച്ച മണ്ഡലത്തിൽ ആനി രാജ വീണ്ടും സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയും തള്ളാനാകില്ല. അതുകൊണ്ട് തന്നെ വയനാട് ഉപതിരഞ്ഞെടുപ്പിൽ മത്സരം കടുക്കുമെന്ന് തീർച്ചയാണ്. കുടുംബത്തോടൊപ്പം ചേരുമ്പോഴുള്ള സന്തോഷം വയനാട്ടിൽ വരുമ്പോൾ കിട്ടുന്നു എന്നാണ് രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞിരുന്നത്. 2019 പ്രതിസന്ധി കാലത്ത് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചതും വയനാട്ടുകാരാണ്. എന്നാൽ നെഹ്റു കുടുംബത്തിന്റെ തട്ടകമായ റായ്ബറേലി നിലനിർത്തുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് ദേശീയ പ്രവർത്തക സമിതിയിൽ ഉയർന്ന വികാരം. പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിച്ച് മണ്ഡലവുമായുള്ള നെഹ്റു കുടുംബത്തിന്റെ ബന്ധം നിലനിർത്താനുള്ള സാധ്യതയുമുണ്ട്. പ്രിയങ്ക ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത സംബന്ധിച്ച് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് പ്രചരണ കാലത്ത് സൂചിപ്പിച്ചിരുന്നു. അതേസമയം സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർക്ക് പുറമെ പ്രിയങ്ക ഗാന്ധി കൂടി പാർലമെന്റിൽ എത്തുന്നത് കുടുംബാധിപത്യം എന്ന പ്രചരണത്തിന് ഇടയാക്കും. പ്രിയങ്ക വന്നില്ലെങ്കിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പരാജയപ്പെട്ട കെ മുരളീധരന് വയനാട് മണ്ഡലത്തിൽ അവസരം നൽകാനാണ് സാധ്യത. താനില്ലെന്ന് മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. പ്രിയങ്കയും കെ മുരളീധരനും മത്സര രംഗത്തേക്ക് വരുന്നില്ലെങ്കിൽ മാത്രമാകും മൂന്നാമതൊരാളെ തേടുക. ഈ സാഹചര്യത്തിൽ കൽപ്പറ്റ MLA ടി സിദ്ദീഖിനാകും പരിഗണന. രാഹുൽ വയനാട് ഒഴിയുന്നതിൽ വോട്ടർമാർക്കിടയിൽ അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രചരണ വേളയിൽ കോൺഗ്രസ് വിയർക്കാനാണ് സാധ്യതയും. മുസ്ലിം ലീഗിന്റെ പിന്തുണ കെ മുരളീധരന് ഉണ്ടെങ്കിലും ഉപതിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ LDF സർവശക്തിയും പ്രയോഗിക്കുമെന്ന് ഉറപ്പാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ക്ഷീണം മാറ്റാൻ ഉപതിരഞ്ഞെടുപ്പിലൂടെ ഇടതുപക്ഷം ശ്രമിക്കുമെന്നതിലും ഒരു തർക്കവും വേണ്ട.